എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമുക്ക് കൂടുതലുള്ളത് എക്കണോമിക് പെർസ്പെക്റ്റീവിലുള്ള ന്യൂസുകളാണ്. ഓക്കെ, എ ബഡ്ജറ്റ് ദാറ്റ് ഡ്രൈവ്സ് ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി. ഇത് നമ്മുടെ GS3 എക്കണോമിയിലെ ബഡ്ജറ്റിനെ ബേസ് ചെയ്തിട്ട് ഒരു ബഡ്ജറ്റിൻ്റെ ഇവാലുവേഷൻ എന്ന നിലയിലാണ് അത് എടുത്തേക്കുന്നത്. പക്ഷേ നമ്മൾ കൂടുതലും നോക്കുന്ന ഗവൺമെൻറ് ബഡ്ജറ്റ്, അതിൻ്റെ പാർട്സ് എന്തൊക്കെയാണ്, അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ ഷേപ്പ് ഓഫ് മാനുഫാക്ചറിങ് 3.0 ഫോർ മോഡി 3.4, അതായത് പുതിയ കോalition ഗവൺമെൻറ് വന്നു. അപ്പോൾ ആ ഗവൺമെൻറ് എങ്ങനെയാണ് മാനുഫാക്ചറിങ് സെക്ടറിനെ കാണേണ്ടത്, അതിൻ്റെ പെർസ്പെക്റ്റീവിലാണ് ഈ ഒരു എഡിറ്റോറിയൽ വരുന്നത്. ഇത് രണ്ടും നമ്മുടെ എഡിറ്റോറിയൽ പേജിലുള്ള ന്യൂസാണ്. GS3 എക്കണോമി മാനുഫാക്ചറിങ് സെക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ന്യൂസ് എടുത്തേക്കുന്നത്. നെക്സ്റ്റ് എന്ന് വെച്ചാൽ വാട്ട് ഈസ് എ ഡ്രാഫ്റ്റ് ഡിജിറ്റൽ കോമ്പറ്റീഷൻ ബിൽ. ഇത് GS3 എക്കണോമിയിൽ നമ്മുടെ ഡിജിറ്റൽ എക്കണോമീനെ ബേസ് ചെയ്തിട്ട് ഒരു ഡിജിറ്റൽ കോമ്പറ്റീഷൻ ബില്ല് വരുന്നുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. അത് നമ്മുടെ എഡിറ്റോറിയലൊക്കെ കഴിഞ്ഞിട്ടുള്ള പേജുകളിൽ വരുന്ന ഒരു ന്യൂസാണ്. ഓക്കെ, ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് എ ബഡ്ജറ്റ് ദാറ്റ് ഡ്രൈവ്സ് ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി. അപ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ദ ഫൈനൽ ബഡ്ജറ്റ് ഓഫ് 2024 to 2025 ടു ബി പ്രസൻറ്റഡ് ഓൺ July 23rd marks a significant milestone as the first budget of the new government. This budget provides an opportunity for the government to outline its medium-term growth and employment strategies alongside its policy priorities. But given the ongoing global economic slowdown, India must rely predominantly on the domestic growth drivers. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഗ്ലോബൽ എക്കണോമിക് സ്ലോ ഡൗൺ ഉണ്ട്. അപ്പം ആ സിനാരിയോയിൽ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് വേണം ഇത് നമ്മുടെ എക്കണോമിക് പ്രോഗ്രസ് ചെയ്യണമെന്നാണ് ആർട്ടിക്കിളിൽ പറയുന്നത്. പക്ഷേ നമുക്ക് ആ പെർസ്പെക്റ്റീവ് ഒരു July 23rd ശേഷമൊക്കെ നമുക്ക് ആ ബഡ്ജറ്റ് വന്നതിന് ഫൈനൽ ബഡ്ജറ്റ് വന്നിട്ട് നമുക്കത് ആ സമയത്ത് ഒരു ആർട്ടിക്കിൾ വരും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാം. ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് ഡേറ്റ വൈസൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, ഈ ഗവൺമെൻറ് ബഡ്ജറ്റ് എന്ന് പറയുന്ന കാര്യം എക്കണോമിക് പെർസ്പെക്റ്റീവിൽ UPC പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുന്നത് ഗവൺമെൻറ് ബഡ്ജറ്റിനെ പറ്റിയാണ്. അപ്പോൾ ഇതൊരു സ്റ്റാറ്റിക് ടോപ്പിക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നുകൂടെ ബ്രഷപ്പ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അപ്പോൾ കമ്പോണൻസ് ഓഫ് ഗവൺമെൻറ് ബഡ്ജറ്റ്. അപ്പോൾ ഗവൺമെൻറ് ബഡ്ജറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2 മെയിൻ കമ്പോണൻസ്. ഒന്ന് പറയുന്നത് revenue budget and the other is capital budget. Each of these components plays a crucial role in managing the country's finances and ensuring economic stability and growth. അപ്പോൾ റവന്യൂ ബഡ്ജറ്റ്, അപ്പോൾ നമ്മൾ ഈ ഒരു ഇമേജ് നോക്കുവാണെങ്കിൽ ഗവൺമെൻറ് ബഡ്ജറ്റ് കണ്ടു, റവന്യൂ ബഡ്ജറ്റും ഉണ്ട്, ക്യാപിറ്റൽ ബഡ്ജറ്റും ഉണ്ട്. അപ്പോൾ ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിലാണ് റവന്യൂ റെസീപ്സും ക്യാപിറ്റൽ റെസീപ്സും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും വരുന്നത്. റവന്യൂ ബഡ്ജറ്റിന് അണ്ടറിൽ റവന്യൂ റെസിപ്റ്റ് വരും, റവന്യൂ എക്സ്പെൻഡിച്ചറും വരും. റവന്യൂ റെസിപ്റ്റിൻ്റെ അണ്ടറിൽ ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ വരും. നോൺ ടാക്സ് റവന്യൂവിൻ്റെ അണ്ടറിലാണ് ഡിവിഡൻസ് ഓർ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺസ്, ഫീസ് ഒക്കെ വരുന്നത്. ഓക്കെ, അത് നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കും. ജസ്റ്റ് അതിൻ്റെ ഒരു ബ്രീഫായിട്ട് നമ്മൾ റീസ്ട്രക്ചർ ചെയ്ത് നോക്കിയതാണ്. ഇപ്പോൾ റവന്യൂ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ റവന്യൂ ബഡ്ജറ്റ് ഇൻക്ലൂഡ്സ് ദ ഗവൺമെൻറ്റ്സ് എക്സ്പെക്റ്റഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഫോർ ദ ഫിസിക്കൽ ഇയർ. ഓക്കെ, it is further divided into revenue receipts and revenue expenditure. അപ്പോൾ റവന്യൂ റെസീപ്റ്റ്സ് എന്താ? റവന്യൂ റെസീപ്റ്റ്സ് ആർ ദ ഇൻകംസ് ദാറ്റ് ദ ഗവൺമെൻറ് എക്സ്പെക്ട്സ് ടു റിസീവ് വിത്തിൻ ദ ഫിസിക്കൽ ഇയർ. അപ്പോൾ ആ ഒരു ഫിസിക്കൽ ഇയറിൽ ഗവൺമെൻറ്റിന് കിട്ടാൻ ഉള്ള ഇൻകത്തിനെയാണ് റവന്യൂ റെസീപ്റ്റ്സ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് നോട്ട് ടു ബി റീപെയ്ഡ്. അത് റീപേ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് രണ്ട് തരമുണ്ട്. ഒന്ന് ടാക്സ് റവന്യൂ ആണ്, ഇൻക്ലൂഡ്സ് പ്രൊസീഡ്സ് ഓൺ ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് ഇമ്പോസ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. അത് ഡയറക്റ്റ് ടാക്സസ് ആണ്. നമുക്കറിയാം ഇൻകം ടാക്സ്, അല്ലെങ്കിൽ ഫേംസിൻ്റെ കേസിലാണെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ്, അതെല്ലാം വരും. ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ കേസ് നമുക്ക് GST ഉണ്ട്. ഓക്കെ, ടാക്സസ് വെച്ചാൽ എക്സൈസ് ടാക്സ്, കസ്റ്റം ഡ്യൂട്ടീസ്, GST അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ വെൽത്ത് ടാക്സും ഗിഫ്റ്റ് ടാക്സും ഒക്കെ അതർ ഡയറക്റ്റ് ടാക്സസുകളാണ്. നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുമ്പോൾ ഏർണിങ്സ് ഫ്രം സോഴ്സസ് അതർ ദാൻ ടാക്സസ് ആണ്. ഇൻട്രസ്റ്റ് റിസീവ്സ് ഓൺ ലോൺസ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്, പിന്നെ ഡിവിഡൻസ് ആൻഡ് പ്രോഫിറ്റ് ഓൺ ദ ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഫീസ് ഫോർ സർവീസസ് റെൻഡേഡ് ബൈ ദ ഗവൺമെൻറ്, റവന്യൂ ഫ്രം സ്പെക്ട്രം ഓപ്ഷൻസ്, പിന്നെ ലോൺസ് ആൻഡ് ഗ്രാൻസ് ഇൻ എയ്ഡ് ഫ്രം ഫോറിൻ കൺട്രീസ് ആൻഡ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. അതിനൊക്കെ ഗ്രാൻസ് ആയിട്ട് കിട്ടുന്ന ഓർഗനൈസേഷൻസ് തരും നമുക്ക് ഇന്ന് ഗ്രാൻഡ്, അതുപോലെ തന്നെ നമുക്ക് കൊടുത്തിരിക്കുന്ന ലോണിൻ്റെ ഇൻട്രസ്റ്റുകൾ, അതൊക്കെ എന്താണ് നമുക്ക് റവന്യൂ റെസിപ്റ്റ് ആയിട്ട് വരും. റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ കേസ് വരുവാണെങ്കിൽ ദിസ് ഈസ് ദ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ പേർപ്പസസ് അതർ ദാൻ ദ ക്രിയേഷൻ ഓഫ് ഫിസിക്കൽ ആൻഡ് ഫൈനാൻഷ്യൽ അസറ്റ്. അതായത് മണി ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്പ് ചെയ്യുന്നതിനെ ബാധിക്കാത്ത രീതിയിലുള്ള
ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഫംഗ്ഷനെ ബാധിക്കുന്ന എക്സ്പെൻഡിച്ചർ വരുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. സാലറീസ്, പെൻഷൻസ്, സബ്സിഡീസ്, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് ഒക്കെ റവന്യൂ എക്സ്പെൻഡിച്ചർ വരും. ഓഫറിംഗ് വേരിയസ് സർവീസസ് ടു സിറ്റിസൺസ്, ഗ്രാൻസ് ടു സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആൻഡ് അതർ പാർട്ടീസ് ഈവൻ ഇഫ് മെൻ ഫോർ അസറ്റ് ക്രിയേഷൻ. ഓക്കെ, പിന്നെ ക്യാപിറ്റൽ ബഡ്ജറ്റാണ് കൂടുതലും എന്താണ്, ഇതാണ് കൂടുതലും ലയബിലിറ്റിയും അസറ്റും ഒക്കെ സെൻട്രൽ ഗവൺമെൻറ്റിനെ അക്കൗണ്ട് ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റ് ഈസ് ആൻ അക്കൗണ്ട് ഓഫ് ദ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ്, ഷോയിങ് ദ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഫോർ ലോങ് ടേം ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ദ പാറ്റേൺ ഓഫ് ദ ഫൈനാൻസിങ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ക്യാപിറ്റൽ റെസീപ്റ്റ്സ് എന്ന് പറയുമ്പോൾ ദീസ് ആർ ഫണ്ട്സ് റിസീവ്ഡ് ബൈ ദ ഗവൺമെൻറ് ദാറ്റ് ക്രിയേറ്റ് ലയബിലിറ്റീസ്. അപ്പം എന്താണ് ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഈ ഒരു ഫൈനാൻഷ്യൽ അസറ്റിനെ റെഡ്യൂസ് ചെയ്യുന്ന സാധനമാണ്, ഫൈനാൻഷ്യൽ വാല്യൂവിനെ റെഡ്യൂസ് ചെയ്യുന്ന സംഭവമാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റെഡ്യൂസ് ഫൈനാൻഷ്യൽ അസറ്റ്. ദെയർ ആർ 2 types. ഒന്ന് ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ആണ്, അതായത് ഫ്രഷ് ലോൺ എടുക്കുന്നത്, അല്ലെങ്കിൽ അത് ബേസ് ചെയ്തിട്ടുള്ള ലയബിലിറ്റീസ്. പിന്നെ നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് എന്ന് പറയുമ്പോഴേക്ക് എന്താണ്, ദീസ് ഇൻക്ലൂഡ്സ് എമൗണ്ട്സ് റിസീവ്ഡ് ഫോർ ദ ഡിസ്പോസൽ ഓഫ് ഗവൺമെൻറ് അസറ്റ്സ് ആൻഡ് റിക്കവറി ഓഫ് ലോൺസ്. അതായത് നമുക്കറിയാം പ്രൈവറ്റൈസേഷൻ നടത്തുന്നത് അല്ലെങ്കിൽ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെയൊക്കെ കിട്ടുന്ന എമൗണ്ട് എന്താണ്, നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ആയിട്ടുള്ള ഇതാണ്. ഓക്കെ, റെസിപ്റ്റാണ്. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ കേസിൽ ദീസ് ആർ എക്സ്പെൻസസ് ഇൻകേർഡ് ടു ക്രിയേറ്റ് ലോങ് ടേം അസറ്റ്സ്. അതായത് നമുക്കറിയാം ഇപ്പോൾ ഗവൺമെൻറ് ഈ റോഡ് വേസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റേഡിയം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഗവൺമെൻറ് ഡെവലപ്പ് ചെയ്യണം. പക്ഷേ ഇൻ ദ ലോങ് റൺ ഈ ഒരു റോഡ് അല്ലെങ്കിൽ ഈ ഒരു റോഡ് വേസ് അല്ലെങ്കിൽ എക്സ്പ്രസ് വേ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള എക്കണോമിക് ബൂം വരും. അതിൽ നിന്ന് ഗവൺമെൻറ്റിൻ്റെ ടാക്സ് കളക്ഷനോ അങ്ങനത്തെ കാര്യങ്ങളും വരും. ഓക്കെ, അപ്പോൾ ലോങ് ടേം അസറ്റ് ക്രിയേഷന് വേണ്ടിയിട്ടാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ യൂസ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് വിച്ച് ജനറേറ്റ് ഫ്യൂച്ചർ പ്രോഫിറ്റ്സ് ആൻഡ് ഡിവിഡൻസ്. അപ്പോൾ മേജർ കമ്പോണൻസ് അതിനകത്ത് വരുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആണ്, റോഡ്സ്, സ്കൂൾസ്, ഹോസ്പിറ്റൽസ്. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ഗവൺമെൻറ് കമ്പനീസ് ആൻഡ് കോർപ്പറേഷൻസ്, ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു സ്റ്റേറ്റ്സ്, യൂണിയൻ ടെറിട്ടറീസ് ആൻഡ് ഫോറിൻ ഏജൻസീസ്, റീപേയ്മെൻറ്റ് ഓഫ് ലോൺസ് ആൻഡ് അതർ ലയബിലിറ്റീസ്. അപ്പോൾ എക്സ്ക്ലൂഡിങ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് വരുന്നതാണ് എന്ത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ കമ്പോണൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കുന്ന ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് ആണ്. ഗവൺമെൻറ് ബഡ്ജറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 3 types. അപ്പോൾ ബേസ്ഡ് ഓൺ ബാലൻസ് ബിറ്റ്വീൻ റെസീപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ എക്സ്പെക്റ്റഡ് ആൻഡ് ആക്ച്വൽ റെസീപ്റ്റ് അത് രണ്ടും ഈക്വൽ ആയിരിക്കും എക്സ്പെൻഡിച്ചറിന്. അപ്പോൾ റെക്കമെൻഡഡ് വെൻ എക്കണോമി ഈസ് ക്ലോസ് ടു ഫുൾ എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താണ്, റെസീപ്റ്റ്സ് നമുക്ക് കിട്ടുന്ന റവന്യൂ എക്സീഡ്സ് എക്സ്പെൻഡിച്ചർ, റെക്കമെൻഡഡ് ഇൻ സിറ്റുവേഷൻസ് ഓഫ് ലാർജ് ഇൻഫ്ലമേഷണറി ക്യാപ്സ്. ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഉള്ള ചെലവ് എന്ത് ചെയ്യും, നമുക്കുള്ള വരവിനേക്കാളും കൂടുതലാകുന്ന സിറ്റുവേഷനിലാണ് ഈ ഡെഫിസിറ്റ് ബഡ്ജറ്റ് വരുന്നത്. ഇത് എന്താണ്, ഡ്യൂറിങ് എക്കണോമിക് ഡിപ്രഷൻസിൻ്റെ ടൈമിലാണ് ഈ ഡെഫിസിറ്റ് ബഡ്ജറ്റ് വരുന്നത്. അപ്പോൾ ടൈപ്പ് ഓഫ് ഡെഫിസിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻ ഗവൺമെൻറ് ബഡ്ജറ്റിംഗ് വേരിയസ് ഡെഫിസിറ്റ് ഇൻഡിക്കേറ്റ്സ് ഗ്യാപ്പ് ബിറ്റ്വീൻ റെസീപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ ബഡ്ജറ്റ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് എന്താണ്, അപ്പം ഡിഫറൻസ് ബിറ്റ്വീൻ ഓൾ റെസീപ്റ്റ്സ് ആൻഡ് എക്സ്പെൻസസ് ഇൻ ബോത്ത് റവന്യൂ ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്സിൽ ഉള്ള റെസീപ്റ്റിൻ്റെയും എക്സ്പെൻസസിൻ്റെയും ഡിഫറൻസിനെയാണ് ഈ ബഡ്ജറ്റ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് യൂഷ്വലി ഈക്വൽസ് 0 ആൻഡ് ഹാസ് ലിറ്റിൽ സിഗ്നിഫിക്കൻസ്. അപ്പോൾ റവന്യൂ ഡെഫിസിറ്റ്സ് എന്ന് പറയുന്നത് എക്സ്പ്രസ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഓവർ റവന്യൂ റെസീപ്റ്റ്സ് ആണ്. അപ്പോൾ റവന്യൂവിലുള്ള വരവും ചിലവും കൂടി നോക്കുമ്പോൾ അതിലുള്ള ഡിഫറൻസ് ആണ്. ഇൻഡിക്കേറ്റ്സ് ബോറോയിങ് ഫോർ നോൺ അസറ്റ് ക്രിയേഷൻ എക്സ്പെൻഡിച്ചർ. അപ്പോൾ റവന്യൂ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഡേ ടു ഡേ ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്ന പൈസയാണ്. അതിൻ്റെ എക്സ്പെൻസ് കൂടുവാണ് അല്ലേ, അപ്പോൾ അതിനുള്ള ചിലവ് ഇല്ല, അതിനുള്ള പൈസ ഇല്ല എന്നൊക്കെ വരുമ്പോൾ റവന്യൂ ഡെഫിസിറ്റ് ആവും. ഓക്കെ, എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് റവന്യൂ ഡെഫിസിറ്റ് മൈനസ് ഗ്രാൻസ് ഫോർ ദ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ യൂണിയൻ ബഡ്ജറ്റ് 2012 to 2013. ഓക്കെ, പിന്നെ ഫിസിക്കൽ ഡെഫിസിറ്റിൻ്റെ കേസിൽ എക്സസ് ഓഫ് ടോട്ടൽ ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചർ ഓവർ ടോട്ടൽ ബഡ്ജറ്റ് റിസീവ്സ് എക്സ്ക്ലൂഡിങ് ബോറോയിങ്സ് ആണ്. പ്രൈമറി ഡെഫിസിറ്റ്സ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് ഓൺ അക്യുമുലേറ്റഡ് ഡെപ്റ്റ്സ്. പിന്നെ മോണിറ്റൈസ് ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ പാർട്ട് ഓഫ് ദ ഫിസിക്കൽ ഡെഫിസിറ്റ് ഫൈനാൻസ്ഡ് ബൈ ബോറോയിങ് ഫ്രം ഓർ ഡ്രോയിങ് ഡൗൺ ക്യാഷ് ഫ്രം ദ RBI. അപ്പോൾ മോണിറ്റൈസ് ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ RBI കടമെടുത്ത് അല്ലെങ്കിൽ RBI പൈസ ബോറോ ചെയ്തിട്ട് ഉള്ള ഡെഫിസിറ്റിയാണ് മോണിറ്റൈസ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് അവസാനം പറഞ്ഞ ടൈപ്സ് ഓഫ് ഡെഫിസിറ്റ് ഒന്ന് ബ്രീഫായിട്ട് പോയാൽ മതി. അതിൽ നിന്ന് PYQ ക്വസ്റ്റ്യൻസ് അങ്ങനെ കണ്ടിട്ടില്ല, പക്ഷേ ചോദിക്കാൻ ചാൻസസ് ഉണ്ട്, നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഷേപ്പ് ഓഫ് മാനുഫാക്ചറിങ് 3.0 ഫോർ മോഡി 3.0. ഓക്കെ, അപ്പോൾ പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോഡീസ് ഫോർമേഷൻ ഓഫ് ദി ഗവൺമെൻറ് വിത്ത് എ ന്യൂ കോalition ഇൻ
his third term presents an opportunity to reinforce efforts on economic reforms, എസ്പെഷ്യലി എന്താണ് മാനുഫാക്ചറിങ് സെക്ടറിലുള്ള റിഫോംസ് ആണ്. നമുക്കറിയാം ഇന്ത്യയുടെ മാനുഫാക്ചറിങ് സെക്ടർ എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി ഒരു പ്രൈമറി സെക്ടറിൽ നിന്ന് നേരെ ടേർഷറി സെക്ടർ, അതായത് സർവീസ് സെക്ടറിലോട്ടാണ് പോയത്. നമുക്ക് സെക്കൻഡറി സെക്ടർ ആയിട്ടുള്ള മാനുഫാക്ചറിങ് സെക്ടറിൽ നല്ല ഗ്രോത്ത് ഇല്ല. ഓക്കെ, അല്ലെങ്കിൽ അതിൽ പ്രോപ്പറായിട്ട് നമുക്ക് ഡെവലപ്മെൻ്റ് ഇല്ല. അപ്പോൾ ആ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് എന്താണ് അവിടെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ കൂടുതൽ റിഫോംസും കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. അപ്പോൾ ദ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ഇന്ത്യസ് കണ്ടിന്യൂഡ് urbanization will necessitate the relocation of millions of agricultural workers to cities for formal employment underscores the critical need for bolstering the manufacturing sector. ഓക്കെ, അപ്പോൾ മാനുഫാക്ചറിങ് ബേസ് മസ്റ്റ് ഇംപ്രൂവ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ എന്താണ് ഒക്കെ ആണ് വരുന്നത്? ഒന്ന് വെച്ചാൽ ഇൻക്രീസ് ഇൻ GDP കോൺട്രിബ്യൂഷൻ ആണ്. അപ്പോൾ വെൻ മോഡി ഗവൺമെൻറ് ടുക്ക് ഓഫീസ് ഇൻ 2014 ദ ടാർഗറ്റ് വാസ് ടു ഇൻക്രീസ് മാനുഫാക്ചറിങ് GDP കോൺട്രിബ്യൂഷൻ ഫ്രം 15 to 25% ബൈ 2025. അപ്പം എന്താണ് അതിലൊരു കീ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ കീ റിഫോം എന്ന് പറയുന്നത് GST ആയിരുന്നു. പിന്നെ കറണ്ട് കേസ് സിനാരിയോയിൽ എന്താണ് ഇത് നമ്മൾ വെറും 13% മാത്രമാണ്. 25% എടുക്കണമെന്ന് 2025 എടുക്കണമെന്ന് പറഞ്ഞ സ്ഥാനത്ത് നമ്മൾ 13%, വിച്ച് ഇസ് ലോവർ കമ്പയർഡ് ടു നേഷൻസ് ലൈക്ക് വിയറ്റ്നാം ആൻഡ് ചൈന. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ആൻഡ് എക്കണോമിക് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ എൻഹാൻസിങ് മാനുഫാക്ചറിങ് ഈസ് ക്രൂഷ്യൽ ഫോർ മീറ്റിംഗ് എംപ്ലോയ്മെൻറ്റ് നീഡ്സ്. അപ്പോൾ മാനുഫാക്ചറിങ് സെക്ടറിലാണ് എന്താണ് കൂടുതൽ ലേബേഴ്സിനെ നമുക്ക് എംപ്ലോയ് ചെയ്യാം. അപ്പോൾ കൂടുതൽ പോപ്പുലേഷൻ, അതായത് പ്രോപ്പറായിട്ട് സ്കില്ലില്ലാത്ത അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആൾക്കാരെ നമുക്ക് എംപ്ലോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ടറാണ് മാനുഫാക്ചറിങ് സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റിൽ കൂടുതൽ എംപ്ലോയ്മെൻറ്റ് കൺട്രിക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡേറ്റാസ് നിങ്ങൾക്ക് ആൻസർ റൈറ്റിങ്ങിൽ യൂസ് ചെയ്യാം. എക്കണോമിയിൽ ഗ്രോത്ത് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ, മെയിൻസ് പെർസ്പെക്റ്റീവിൽ ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ ഈ ടാർഗറ്റും പക്ഷേ കറണ്ട് സ്റ്റാൻഡിങ്ങും നിങ്ങൾക്ക് കോട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സ്ട്രെങ്തനിങ് ഇന്ത്യാസ് മാനുഫാക്ചറിങ്, അപ്പം ആൻറ്റി ട്രേഡ് പെർസെപ്ഷൻ, അതായത് ഇന്ത്യസ് ട്രേഡ് ഡെഫിസിറ്റ് ഇൻക്ലൂഡ്സ് എ സിഗ്നിഫിക്കൻറ്റ് $250 billion ഡെഫിസിറ്റ്. അപ്പം ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ അത്രയും പൈസ ഇല്ലാത്തത് ഇൻ ഗുഡ്സ് ട്രേഡ് എലോങ് ഓൾദോ സർവീസ് എക്സ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ് നമുക്കൊരു $160 billion സർപ്ലസ് ആണ്. ഓക്കെ, ഇപ്പോൾ കീ സെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഹൈ ടെക്നോളജി ഇമ്പോർട്ട്സ് സച്ച് ആസ് ഇലക്ട്രോണിക്സ് are substantial, yet the focus should be on strengthening sectors like textiles, paper mills and furniture. പിന്നെ ട്രാൻസ്പെറൻറ്റ് പോളിസീസ്, അതായത് there is a need for consistent and transparent industrial policies, especially with states, to avoid friction between central government. ഓക്കെ, അപ്പം US ആൻഡ് ഇന്ത്യാസ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് കൊളാബറേഷൻ എന്ന് പറയുന്നത് US സപ്പോർട്ടുണ്ട്. US ഹാസ് ഇൻട്രസ്റ്റ് ഇൻ എൻഷുറിംഗ് റോബസ്റ്റ് മാനുഫാക്ചറിംഗ് ബേസ് ഇൻ ഇന്ത്യ. അതിൻ്റെ ഒരു സ്ട്രാറ്റജി റീസൺ എന്ന് പറയുന്നത് നമുക്കറിയാം കൗണ്ടറിങ് ചൈനാസ് ഇൻഫ്ലുവൻസ് ആണ്. പിന്നെ എൻഗേജിങ് സ്ട്രാറ്റജീസ്, US ക്യാൻ എയ്ഡ് ഇൻ പ്രൊവൈഡിങ് ടെക്നോളജിക്കൽ അല്ലെങ്കിൽ ടെക്നിക്കൽ എക്സ്പെർട്ടീസ്, ഫോസ്റ്ററിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ടു മേക്ക് ഇന്ത്യൻ മാനുഫാക്ചറിംഗ് മോർ അട്രാക്റ്റീവ്. നമുക്കറിയാം അതുപോലെ തന്നെ ഐഫോണിൻ്റെ പ്ലാന്റ് ബാംഗ്ലൂരിൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ടെക്നോളജി ട്രാൻസിഷൻസ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയുടെ ട്രാൻസിഷൻസ് US-ൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ബിയോണ്ട് ഡൽഹി, മുംബൈ, ബാംഗ്ലൂരു സർക്യൂട്ടാണ്. ഇത് നമ്മൾ ആ ഒരു എഡിറ്റോറിയലിൻ്റെ പെർസ്പെക്റ്റീവിലാണ് ഈ ന്യൂസ് കാണുന്നത്. ഒന്നെന്ന് വെച്ചാൽ എക്സ്പാൻഡിങ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ US എൻഗേജ്മെൻറ്റ് ഷുഡ് മൂവ് ബിയോണ്ട് ട്രഡീഷണൽ സർക്യൂട്ട്. അതായത് നമുക്കറിയാം ഈ 3 ഏരിയാസ് ആണ് കൂടുതലും ഡെവലപ്ഡ് ആയിട്ടുള്ള പാർട്ട് ഓഫ് അവർ കൺട്രി. ഓക്കെ, ആ എൻഗേജ്മെൻറ്റ് കുറച്ചുകൂടെ നമ്മുടെ ഇന്നർ സിറ്റീസിലോട്ടും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിലോട്ടും ഈ ഒരു ഇൻവോൾവ്മെൻറ്റ് കൂട്ടേണ്ട ആവശ്യമുണ്ട്. കോംപ്രിഹെൻസീവ് ഇൻഡസ്ട്രിയൽ പോളിസി, ബോത്ത് ഇൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് നീഡ് ടു അഡോപ്റ്റ് പോളിസി ദാറ്റ് ഇംപ്രൂവ് ഇൻഡസ്ട്രിയൽ എൻവയോൺമെൻറ്റ്, focusing on labor intensive sectors and capital intensive sectors like semiconductors and robotics. പിന്നെ പോളിസി റെക്കമെൻഡേഷൻസ്, അതായത് എന്തൊക്കെ റെക്കമെൻഡേഷൻ നമുക്ക് കൊടുക്കാമെന്ന് പറയുമ്പോഴേക്കും ഇംപ്രൂവ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. അപ്പോൾ അഡ്രസ് ലോക്കൽ ബിസിനസ് പ്രാക്ടീസസ് ആൻഡ് എൻഹാൻസ് കോർഡിനേഷൻ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. പിന്നെ ടാർഗറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കണം, അതായത് ബോത്ത് ഡൊമസ്റ്റിക്കും ഫോറിൻ ഇൻവെസ്റ്റേഴ്സും എന്താണ് ഒരു പ്രോപ്പർ ക്ലിയർ ഗൈഡൻസ് വേണം, എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം, ഏതൊക്കെ ടൈപ്പ് ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഫോക്കസ് ഓൺ സ്കിൽസ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്, ഇൻവെസ്റ്റ് ഇൻ എഡ്യൂക്കേഷൻ and training programs to create skilled workforce ready to transition to manufacturing jobs. അപ്പം അതായിരുന്നു നമ്മുടെ ആ ഒരു സെക്കൻഡ് ന്യൂസ്. ഒരു മാനുഫാക്ചറിങ് സെക്ടർ ബൂമിനെ ബേസ് ചെയ്തിട്ടുള്ള, അതായത് തേർഡ് ഗവൺമെൻറ് വരുമ്പോഴേക്കും
എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിലാണ് എടുത്തേക്കുന്നത്. നമ്മൾ ഒരു ഗവൺമെൻറ് ഫോം ചെയ്തപ്പോഴേക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ നോക്കി. ഹെൽത്ത് കെയറിനെ നോക്കി, വുമൺ എംപവർമെൻറ്റിനെ നോക്കി, ചൈൽഡ് വെൽഫെയറിനെ നോക്കി, ഇപ്പം മാനുഫാക്ചറിങ് സെക്ടറിനെ ബേസ് ചെയ്തിട്ട് ഉള്ള ന്യൂസ് വന്നു. ഇതൊക്കെ നിങ്ങൾക്ക് മെയിൻസ് പെർസ്പെക്റ്റീവിൽ ഈ വാല്യൂസും ഈ ഡേറ്റാസും എല്ലാം ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ന്യൂസ് എന്ന് വെച്ചാൽ വാട്ട് ഈസ് ഡ്രാഫ്റ്റ് ഡിജിറ്റൽ കോമ്പറ്റീഷൻ ബിൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോൺടെക്സ്റ്റ് എന്ന് വെച്ചാൽ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് എ കമ്മിറ്റി ഓൺ ഡിജിറ്റൽ കോമ്പറ്റീഷൻ ലോ ഇൻ February 2023. അപ്പോൾ ടു എക്സാമിൻ ദ നീഡ് ഫോർ എ സെപ്പറേറ്റ് ലോ ഓൺ കോമ്പറ്റീഷൻ ഇൻ ഡിജിറ്റൽ മാർക്കറ്റ്. എസ്പെഷ്യലി ഇ-കൊമേഴ്സ് അല്ലെങ്കിൽ ആ സെക്ടറിലൊക്കെ നമുക്കറിയാം ഒരു ഡുവോപോളി എന്ന് വേണമെങ്കിൽ പറയാം. ഫ്ലിപ്കാർട്ട് ഉണ്ട്, ആമസോൺ ഉണ്ട്, ബാക്കിയുള്ള ഇൻഡസ്ട്രീസ്, ബാക്കിയുള്ള ഫേംസിനെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് അത് എയ്ഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ഹെൽത്തി കോമ്പറ്റീഷനുള്ള മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദിസ് ഇനിഷ്യേറ്റീവ് ലെഡ് ടു ദ ഡ്രാഫ്റ്റിംഗ് ഓഫ് ദ ഡിജിറ്റൽ കോമ്പറ്റീഷൻ ബിൽ വിച്ച് എംഫസിസ് ഓൺ എക്സ് ആൻഡ് എ ഫ്രെയിംവർക്ക് ഫോർ റെഗുലേറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റ്സ്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴേക്കും നമ്മൾ നോക്കുമ്പോൾ എക്സ് പോസ്റ്റ് അല്ലെങ്കിൽ വേഴ്സസ് എക്സ് ആൻഡ് എ ഫ്രെയിംവർക്ക്. അപ്പോൾ എക്സ് പോസ്റ്റ് ഫ്രെയിംവർക്ക് എന്ന് പറയുമ്പോൾ ദിസ് ഇസ് ദ കറണ്ട് മോഡൽ അണ്ടർ കോമ്പറ്റീഷൻ ആക്ട് 2020.2 വെയർ കോമ്പറ്റീഷൻ Commission of India acts after anti-competitive conduct അതായത് ഒരു ആൻറ്റി കോമ്പറ്റീറ്റീവ് കണ്ടക്ട് നടന്നതിന് ശേഷമാണ് ഈ ഒരു കോമ്പറ്റീഷൻ കമ്മീഷൻ അതിന് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സ് ആൻറ്റി ഫ്രെയിംവർക്കിൻ്റെ കേസിൽ പ്രൊപ്പോസ്ഡ് അണ്ടർ ഡിജിറ്റൽ കോമ്പറ്റീഷൻ ബിൽ എയിംസ് ടു പ്രിവെൻറ്റ് ആൻറ്റി കോമ്പറ്റീഷൻ പ്രാക്ടീസസ് ബിഫോർ ദേ ഒക്കെ. അപ്പോൾ അങ്ങനെ ഒരു ആക്ട് വരുന്നതിന് മുമ്പ് അതായത് ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ഇപ്പോൾ ആമസോൺ എന്ന് പറയുന്നൊരു ഫേം ഉണ്ട്, നമുക്കറിയാം. ആമസോണിന് സ്വന്തമായിട്ട് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഡിഫറെൻറ്റ് കമ്പനീസാണ്. ഇപ്പോൾ എനിക്കൊരു കമ്പനി ഉണ്ട്, ആ കമ്പനി ഈ ആമസോണിൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പ്രോഡക്റ്റ് അവിടെ പോയി ലിസ്റ്റ് ചെയ്യും. അപ്പം ആ ഒരു പ്രോഡക്റ്റ് നല്ല രീതിയിൽ ആ മാർക്കറ്റിൽ സെല്ല് ചെയ്യാന്ന് വെച്ചാൽ കുറേ കസ്റ്റമേഴ്സ് എനിക്കുണ്ട്, കുറേ റവന്യൂ അല്ലെങ്കിൽ നല്ല പ്രോഫിറ്റ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. നല്ല പ്രോഫിറ്റ് ഞാൻ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ഈ ആമസോണിനറിയാം നമ്മുടെ സെക്ടറിൽ, അതായത് എൻ്റെ പ്രോഡക്റ്റ് ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത്, ഏത് ടൈപ്പ് കസ്റ്റമേഴ്സാണ് എനിക്ക് കിട്ടുന്നതെന്നൊക്കെ ആമസോൺ അറിയാം. അപ്പോൾ ആമസോൺ എന്ത് ചെയ്യും, എൻ്റെ ഈ ബിസിനസ്സിൻ്റെ ഈ പ്രോഡക്റ്റ് തന്നെ, അതായത് എനിക്കിപ്പം ഒരു ഫ്രൈങ് പാൻ ആണെങ്കിൽ ഞാൻ സെല് ചെയ്യുന്ന പ്രോഡക്റ്റ് എങ്കിൽ ആമസോൺ എന്ത് ചെയ്യും, ആമസോൺ അതേ സെയിം സാധനം, സെയിം പ്രോഡക്റ്റ്, ഒരു സെയിം ഫ്രൈങ് പാൻ എന്ത് ചെയ്യും, അവരുടെ പ്ലാറ്റ്ഫോമിൽ ഇവർ ഇറക്കും. എന്നിട്ട് എൻ്റെ ഈ ഡേറ്റ ബേസ് ചെയ്ത് തന്നെ ഇവരുടെ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ എൻ്റെ സെയിൽ കുറയും, അവർക്ക് സെയിൽ കൂടും. ഓക്കെ, അങ്ങനെയുള്ള പ്രാക്ടീസസ് ഇപ്പം റിയാലിറ്റി ബേസിസിൻ്റെ പറയുന്നതാണ്. അങ്ങനെയുള്ള പ്രാക്ടീസസ് അവോയ്ഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രാക്ടീസ് വരാതിരിക്കാനായിട്ടാണ് ഈ ഒരു ആൻറ്റി കോമ്പറ്റീഷൻ ബില്ല് അല്ലെങ്കിൽ ഡിജിറ്റൽ കോമ്പറ്റീഷൻ ബില്ല് വരുമ്പോൾ ഉള്ള ബെനിഫിറ്റ്. അപ്പോൾ കീ കോമ്പോണൻസ് ഓഫ് ഡ്രാഫ്റ്റ് ഡിജിറ്റൽ കോമ്പറ്റീഷൻ ബില്ല് നമ്മൾ നോക്കുവാണെങ്കിൽ പ്രൊഹിബിഷൻ ഓഫ് സെൽഫ് പ്രിഫറൻസിങ്. അപ്പോൾ ഡിജിറ്റൽ സർവീസ് പ്രൊവൈഡേഴ്സ് ആർ ബാർഡ് ഫ്രം ഫേവറിങ് ദെയർ ഓൺ പ്രോഡക്ട്സ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ എക്സാമ്പിൾ ഒരു ഇതാണ്. ഇപ്പോൾ ആമസോൺ അവരുടെ തന്നെ പ്രോഡക്ട്സ്, ഇപ്പോൾ എനിക്കൊരു പ്രോഡക്റ്റ് ഉണ്ടാവും, അത് നല്ല രീതിയിൽ സെല്ല് ചെയ്യുന്ന കണ്ടിട്ട് ആമസോൺ തന്നെ ഈ പ്രോഡക്റ്റ് എടുക്കും, വേറൊരു പ്രോഡക്റ്റ് ഈ സെയിം സെഗ്മെൻറ്റിലുള്ള പ്രോഡക്റ്റ് അവരുടെ പ്ലാറ്റ്ഫോമിൽ നല്ല രീതിയിൽ പുഷ് ചെയ്യും. ഓക്കെ, അപ്പം തേർഡ് പാർട്ടീസ് ഉള്ള ആൾക്കാർക്ക് അവരുടെ കസ്റ്റമേഴ്സിനെ കുറയ്ക്കും. ഓക്കെ, പിന്നെ ഡേറ്റ യൂസേജ് റിസ്ട്രിക്ഷൻസ്. ഡേറ്റ കളക്റ്റഡ് ഫ്രം വൺ സർവീസ് കനോട്ട് ബി യൂസ്ഡ് ടു ഗീവ് ആൻ അൺഫെയർ അഡ്വാൻറ്റേജ് ടു അനദർ സർവീസ് ഓഫേർഡ് ബൈ സെയിം പ്രൊവൈഡർ. പിന്നെ നോൺ ഡിസ്ക്രിമിനേഷൻ ആണ്, എൻഷുറിങ് ഫെയർ ആക്സസ് ആൻഡ് ടേംസ് ഫോർ ഓൾ യൂസേഴ്സ് ആൻഡ് ബിസിനസ്സസ്, പ്രൊഹിബിറ്റിംഗ് എക്സ്ക്ലൂഷണറി ടാക്ടിക്സ്. എല്ലാവർക്കും ഫെയർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ആ ഒരു ഡിജിറ്റൽ കോമ്പറ്റൻസി ബില്ല് വരുന്ന കാര്യങ്ങൾ. പിന്നെ സിസ്റ്റമാറ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ എൻ്റർപ്രൈസസ് എന്ന് പറയുമ്പോൾ എന്താണ്, അപ്പം ദീസ് ആർ ഡിജിറ്റൽ എൻ്റർപ്രൈസസ് വിത്ത് സബ്സ്റ്റാൻഷ്യൽ മാർക്കറ്റ് ഇൻഫ്ലുവൻസ്. അപ്പം എക്സാമ്പിൾ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടൊക്കെയാണ് കേപ്പബിൾ ഓഫ് ഇമ്പാക്ടിങ് കോമ്പറ്റീഷൻ ത്രൂ ദെയർ ആക്ഷൻസ്. അപ്പം SSDEസിൻ്റെ റെഗുലേഷൻ എന്ന് പറയുമ്പം ആ സബ്ജക്റ്റ് ടു സ്ട്രിക്റ്റർ റെഗുലേഷൻസ് ടു പ്രിവെൻറ്റ് മിസ്യൂസ് ഓഫ് ദെയർ ഡോമിനൻറ്റ് പൊസിഷൻ ഇൻക്ലൂഡിങ് പൊട്ടൻഷ്യൽ ടു പ്രിവെൻറ്റ് ന്യൂ എൻട്രൻസ്. അപ്പം എപ്പോഴും ഈ ഒരു ആമസോണിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് എടുക്കാം. അപ്പം എനിക്ക് ആ ഒരു മാർക്കറ്റിൽ എൻ്റർ ചെയ്യാനായിട്ട് അവർ ബാരിയർ വെക്കുന്നത്, അത് അങ്ങനത്തെ ആക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാം. അപ്പോൾ ഗ്ലോബൽ കോൺടെക്സ്റ്റിലുള്ള ഒരു കമ്പാരിസൺ നമുക്ക് നോക്കാം. യൂറോപ്യൻ യൂണിയൻ ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ EU's ഡിജിറ്റൽ മാർക്കറ്റ്സ് ആക്ട് സെർവ്സ് ആസ് എ മോഡൽ ഫോർ ഇന്ത്യസ് പ്രൊപ്പോസ്ഡ് ഫ്രെയിംവർക്ക്
ഫോക്കസിങ് ഓൺ പ്രിവെൻറ്റിംഗ് ഗേറ്റ് കീപ്പേഴ്സ് ഫ്രം അബ്യൂസിങ് ദെയർ മാർക്കറ്റ് പവർ. പിന്നെ യു എസിൻ്റെ കേസിൽ വൈൽ ദി യു എസ് ഹാസ് നോട്ട് അഡോപ്റ്റഡ് എ കോംപ്രിഹെൻസീവ് എക്സ് ആൻഡ് എ ഫ്രെയിംവർക്ക്, അതായത് എക്സ് ആൻഡ് എ ഫ്രെയിംവർക്ക് നമ്മൾ പറഞ്ഞു ഒരു മാൽ പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു ആൻറ്റി കോമ്പറ്റീഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ഒക്കർ ചെയ്യുന്നതിന് മുമ്പ് നടക്കുന്ന ഫ്രെയിംവർക്കാണ്. അപ്പം അങ്ങനെ ഒരു ഇത് ഒക്കർ ചെയ്യുന്നതിന് മുമ്പ് ഉള്ള പ്രാക്ടീസ് അവർ എടുത്തിട്ടില്ല. ദെയർ ആർ ഓൺഗോയിങ് ഡിസ്കഷൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻസ് ഇൻ ടു ലാർജ് ഡിജിറ്റൽ എൻ്റർപ്രൈസസ് പ്രാക്ടീസസ്. അപ്പം ഈ ഒരു ഡ്രാഫ്റ്റ് ബില്ലിൻ്റെ റെസ്പോൺസും കൂടി നമുക്ക് നോക്കാം. Skepticism and support. There have been a mixed response. Some criticize the bill for potentially stifling innovation and imposing burdensome regulation, especially on startups. Others support it for addressing concerns about monopolistic practices. Okay, നമുക്കറിയാം മോണോപോളിറ്റിക് പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനി മാത്രമേ ആ സെക്ടറിൽ കൂടുതൽ ചെയ്തുള്ളൂ. ഇപ്പം ഫുഡ് ഡെലിവറിയുടെ കേസിലാവുമ്പോൾ നമുക്കറിയാം സൊമാറ്റോ കാണും, സ്വിഗ്ഗി കാണും, വേറൊരു ഡെലിവറി ആപ്പിനെ നമുക്ക് അറിയത്തില്ല. ഇപ്പം ടെലികോം പ്രൊവൈഡേഴ്സിൻ്റെ കേസിൽ നമുക്ക് മൂന്നെണ്ണമാണ് മെയിനായിട്ടുള്ളത്. പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്കുള്ളത് എന്താണ്, എയർടെൽ ഉണ്ട്, ജിയോ ഉണ്ട്. പക്ഷേ അതിൽ ജിയോ ആണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. അപ്പം ഒരു മോണോപോളിസ്റ്റിക് പ്രാക്ടീസസ് അവോയ്ഡ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ പൊട്ടൻഷ്യൽ ഇമ്പാക്ട് ഓൺ സ്റ്റാർട്ടപ്സ് ആൻഡ് ഇന്നോവേഷൻസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് കൺസേൺസ് ആണ്. ദ ബിൽ കുഡ് ഡിറ്റർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ സ്റ്റാർട്ടപ്സ് ഡ്യൂ ടു സ്ട്രിക്റ്റർ റെഗുലേഷൻസ് ആൻഡ് റിസ്ക് ഓഫ് നോൺ കംപ്ലയൻസ് പെനാൽറ്റീസ്. പിന്നെ ഓപ്പറേഷണൽ കോസ്റ്റ് കംപ്ലയൻസ് വിത്ത് ന്യൂ റെഗുലേഷൻസ് മേ ഇൻക്രീസ് ഓപ്പറേഷണൽ കോസ്റ്റ് ഫോർ ഡിജിറ്റൽ എൻ്റർപ്രൈസസ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് ബാലൻസിങ് റെഗുലേഷൻ ആൻഡ് ഗ്രോത്ത് ആണ്. ദ ഡിജിറ്റൽ കോമ്പറ്റീഷൻ ബിൽ എയിംസ് ടു ഫോസ്റ്റർ എ കോമ്പറ്റേറ്റീവ് digital market environment in India. However, careful consideration is needed to balance regulatory measures with the need to promote innovation and growth, particularly for smaller enterprises and startups. അപ്പോൾ കണ്ടിന്യൂഡ് ഡയലോഗാണ്, അതായത് ഈ എല്ലാ സെഗ്മെൻറ്റിലുള്ള ആൾക്കാരുമായിട്ട് ഗവൺമെൻറ് എൻഗേജ് ചെയ്യണം, അവരോട് സംസാരിക്കണം, അവർക്ക് വേണ്ട കാര്യങ്ങളും കൺസ്യൂമർ ഗ്രൂപ്പ്സിൻ്റെ ഡിമാൻഡ്സും അങ്ങനെയുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് സംസാരിച്ച് വേണം ഇങ്ങനൊരു പോളിസി ഡെവലപ്പ് ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്ക് ഈ പ്രാവശ്യത്തിലുള്ള DNA എന്ന് പറയുന്നത് എല്ലാം ഒരു എക്കണോമിക് പെർസ്പെക്റ്റീവിലുള്ള ന്യൂസ് ആയിരുന്നു. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാം സ്റ്റാറ്റിക് ബേസ് ചെയ്തിട്ടുള്ള ന്യൂസാണ്. പിന്നെ ലാസ്റ്റ് ന്യൂസ് മാത്രമാണ് ഒരു ഡൈനാമിക് പെർസ്പെക്റ്റീവ് ഉള്ള ഒരു ഡെവലപ്പിംഗ് ന്യൂസാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.